കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു. ഇന്നിപ്പോൾ ഉച്ചപൂജ കുറച്ച് വഴുകിട്ടോ. ഉച്ചപൂജ തൊഴുതു. നല്ല സന്തോഷമാണ്. ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ്. മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിയാണ്. കളഭാലങ്കാരം ഉണ്ടായത് ഒട്ടക്കുഴി കൃഷ്ണോദിക്കനാണ്. വളരെ നല്ല രസമായിട്ട് ഒരു പൊന്നുണ്ണിക്കണ്ണനുണ്ട്, ഒരാനയുണ്ട് കേട്ടോ. ആന കംസൻ്റെ കുവലയപീഠമാണ്. ആ കുവലയപീഠത്തിനെ അങ്ങനെ പിടിച്ച് ആ മസ്തകത്തുമ്മിൽ ചവിട്ടി പ്രഹരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനാണ് കേട്ടോ ഇന്ന് ശ്രീലകത്തുള്ളത്. എന്താ ഒരു കാഴ്ച! നല്ല രസമായിട്ടാണ് അത് ചാർത്തിയിട്ടുള്ളത്. വളരെ രസമായിട്ട് അതിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ആ ആനയുടെ മസ്തകത്തിൻ്റെ മുകളിൽ തന്നെ രണ്ട് കാലുകൊണ്ട് ചവിട്ടി കയറി. എന്താ ഒരു ചവിട്ട്! ആ ഇടത്തെ കാലുകൊണ്ട് ചവിട്ടിയിട്ടുണ്ട്, വലത്തെ കാലുകൊണ്ട് പിന്നെയും ചവിട്ടാൻ നിൽക്കുക. ചവിട്ടി ആന വീണ് കിടക്കുക. ആ കുവലയപീഠം കംസൻ്റെ കുവലയപീഠത്തിനെയാണ് ഇന്ന് അവിടെ വരച്ചിട്ടുള്ളത്, ഉണ്ടാക്കിയ കളഭം കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത്. അതൊരു നല്ലൊരു കാഴ്ച തന്നെയാണ്. ആ കാഴ്ച ആ പൊന്നുണ്ണിക്കണ്ണൻ അങ്ങനെ അതിൻ്റെ ആ കുവലയപീഠത്തിൻ്റെ മസ്തകത്തിന് തൊഴിക്കുന്ന നയനമനോഹരമായ കാഴ്ചയാണ്. രണ്ട് കാലിലും കാൽത്തളകളുണ്ട്, കൈവളകളുണ്ട്. ആ കൈവളകളും ഒക്കെ ആയിട്ട് ആ കയ്യിൽ ആ രണ്ട് കൊമ്പും പിടിച്ചിട്ടുണ്ടേ. ഇടത്തെ കൈ കൊണ്ട് ഇടത്തെ കൊമ്പും വലത്തെ കൈ കൊണ്ട് വലത്തെ കൈയും പിടിച്ചിട്ട് എന്നിട്ടാണ് ചവിട്ടണം. ഇനിയിപ്പോൾ വീഴും വേണ്ട, ചവിട്ടൽ നല്ല ചവിട്ടാണ്. ആ ചവിട്ടിങ്ങനെ കൊള്ളുകയാണ്. എന്താ ഒരു രസം എന്നറിയോ. പിന്നെ നല്ല പൊന്നും ഗോപി ഉണ്ട്. ആ ഗോപിക്കുറിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു തിളക്കം വേറെ തന്നെ കേട്ടോ. ആ മാറത്തും ഒരു നെക്ലസ് പോലത്തെ അതിൻ്റെയൊക്കെ ആ സ്വർണത്തിൻ്റെ ആ ഒരു തിളക്കം, ആ സ്വർണ്ണ വിളക്ക് എന്നുള്ള നെയ് വിളക്കിൻ്റെ പ്രഭയെന്ന് ഈ സ്വർണം കൂടി ഇങ്ങനെ തിളങ്ങുമ്പോൾ ആ ഉണ്ണിക്കണ്ണൻ്റെ മുഖം എന്താ ഒരു കാഴ്ച! നല്ല പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണ്. വളരെ രസമാണ്. എന്തായാലും അദ്ദേഹം എന്ത് ചെയ്യച്ചാലും ചിരിച്ചും കൊണ്ടാണ് ചെയ്യണേ. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ വധിക്കാൻ വന്ന ആ കുവലയപീഠത്തിനെ നീയൊന്നും നിൽക്കോ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ആ ചവിട്ടി കയറി അതിനെ കശക്കുന്ന അവസ്ഥയാണ്. അതാകെ വീണു, വശമില്ലാതെയായി പാവം. അത്രയും ബുദ്ധിമുട്ടായി. വരേണ്ടിയിരുന്നില്ല. ഈ ഇത്രയും ചെറിയ കുട്ടിയല്ലേ, അതിനെ കൊല്ലാനായിട്ട് ഞാൻ ഇങ്ങനെ എത്ര വലിയൊരാൾ ഞാൻ വന്നിട്ട് എൻ്റെ അവസ്ഥ ഇതായില്ലേ എന്നാണ് ചിന്തിച്ച് ദയനീയമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ അവിടെ കാണുന്നത് കേട്ടോ. കണ്ണനാണെങ്കിൽ വളരെ സന്തോഷം. പക്ഷെ ആ ദയനീയമായ കാഴ്ചയിലും അദ്ദേഹം ആ കുവലയപീഠത്തിൻ്റെ മനസ്സിലിങ്ങനെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നു. കാരണം ഭഗവാന്റെ കൈകൊണ്ടുള്ള മരണം അത് ഏറ്റവും മുക്തിദായകമാണല്ലോ. അപ്പോൾ ആ ഒരു ചിന്തയിലാണ്. അതൊരു ഏതസുരനായാലും ദേവൻ്റെ കൈ കൊണ്ട് മരിച്ചാൽ പിന്നെ വിഷ്ണുപാദം പൂകലാണല്ലോ, പിന്നീട് ഒരു ജന്മം ഉണ്ടാവില്ല എന്നുള്ള പോലെയല്ലേ. അപ്പോൾ ആ ഒരു ഇതാണ് അവിടെ. എന്തായാലും വളരെ കേമായിട്ട് അതിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. രണ്ട് നല്ലൊരു കളഭം കൊണ്ടുള്ള 3 പീലിയുണ്ട്. പീലിത്തിരിമുടിയൊക്കെ കെട്ടിയിട്ടുള്ള ആ പൊന്നുണ്ണിക്കണ്ണനാണ്. നല്ലൊരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. തുളസി മാലയും താമരയും കൂടി ചേർന്ന ഒരു മാലയൊക്കെ ചേർത്തിയിട്ടുണ്ട്. സ്വർണ്ണഗോപിയുടെ തിളക്കാണ് കേട്ടോ ഇത്രയും കൂടുതലായിട്ട് അവിടുന്ന് നമുക്കിങ്ങനെ കാണാനുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മൾ ഗുരുവായൂർക്ക് പോവുക കേട്ടോ. ഗുരുവായൂർ പോവുകയാണ്. ഗുരുവായൂർക്ക് വന്നോളൂ. എല്ലാവരും കൂടി നമ്മൾ തൊഴാൻ പോവുകയാണ്. അത്യാവശ്യം നല്ല തിരക്കാണ്. ആ തിരക്കിൻ്റെ അതുകൊണ്ടാണ് ഇന്ന് നേരം വഴുകിയിട്ടുള്ളത്. ഉച്ചപൂജ കഴിയുമ്പോഴേക്ക് കുറച്ച് വഴുകി. എന്തായാലും നമ്മൾ പോവുക. ഗോപുരം കടന്നു, വാതിൽ മാടത്തിൻ്റെ അവിടെ എത്തി. അപ്പോഴതാ കാണുന്നു ആ പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണുന്നു. ആ ആനേനെ ചവിട്ടുന്ന, ആനയുടെ മസ്തകം പൊഴിക്കുന്ന ആ കോമള രൂപനെ കാണുകയാണ്. അങ്ങനെ കണ്ടു. നമ്മളൊന്നും കൂടി നോക്കുക. അപ്പോഴേക്ക് ഇങ്ങനെ ആളുകൾ, മുന്നിലുള്ള ആളുകൾ മാറി മാറി വരട്ടെ. അപ്പോൾ നന്നാലല്ലേ നമുക്ക് കാണാൻ പറ്റൂ. അപ്പോൾ നമ്മളങ്ങനെ നോക്കി ആ സൈഡ് ചേർന്ന് ഇങ്ങനെ വരുമ്പോൾ ആ മണ്ഡപത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ അപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു, നന്നായിട്ട് കാണാൻ സാധിച്ചു.
ഒന്നുകൂടി ഇനി അങ്ങനെ ആ ശ്രീലകത്തിൻ്റെ അവിടെ സോപാനത്തിൻ്റെ പടിയിൽ എത്തി. അവിടെ എത്തിയിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് വ്യക്തമായിട്ട് ഇത് കാണുന്നത്. ആ മസ്തകം പൊഴിക്കുന്ന ആ ബാലൻ, ആ ഗുരുവായൂരപ്പൻ്റെ ആ പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണുന്നു. അത് കണ്ട സന്തോഷമായി. നമ്മളെ വിഷമങ്ങൾ, നമ്മൾ ചെല്ലണത് ഭഗവാനെ ദർശിക്കൽ മാത്രമല്ല, നമ്മളെ വിഷമങ്ങൾ മുഴുവൻ അവിടെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആ ഭഗവാന്റെ മുന്നിൽ നമ്മളിങ്ങനെ പങ്കുവെക്കുന്നു. എല്ലാ ഭാണ്ഡക്കെട്ടും അവിടെ അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. നമ്മളെ സങ്കടമാകുന്ന ഭാണ്ഡക്കെട്ടുകൾ മുഴുവൻ അവിടെ സമർപ്പിക്കുക. സന്തോഷവും എല്ലാം സമർപ്പിച്ചു. ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതു. അങ്ങനെ തൊഴുതിട്ട് നമ്മൾ ഇങ്ങോട്ട് പോരുകയാണ്. ഗണപതിനെ തൊഴുക. സരസ്വതി അറയിലേക്ക് നോക്കിയിട്ട് സരസ്വതി അറയിൽ നിന്ന് തൊഴുതു. അങ്ങനെ മേൽശാന്തിൽ അവിടെ എത്തി. അങ്ങനെ പോന്നു. നമ്മൾ താമരക്കണ്ണനെയും കൽപ്പകവൃക്ഷവും ഗുരുവായൂരപ്പൻ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്ന സ്ഥലമൊക്കെ കണ്ട് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. എല്ലാവരെയും ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു കടാക്ഷം ഉണ്ടാവട്ടെ. അങ്ങനെ എടത്തരികത്തുകാവ് ദേവീനെയും കണ്ടു, അയ്യപ്പസ്വാമീനെയും കണ്ടു. കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഒന്നും കൂടി നമ്മൾ തൊഴുതു. എന്നിട്ട് തിരിച്ചിറങ്ങി പോരുകയാണ്. അപ്പം എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ, എൻ്റെ കൂടെ വന്നവരെല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ഉണ്ടാവട്ടെ. എല്ലാവരും ആ മനസ്സ് എൻ്റെ കൂടെ ചലിച്ചപ്പോൾ എല്ലാവരുടെയും ആ മനസ്സിൽ ഗുരുവായൂരപ്പൻ വന്നല്ലോ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ എപ്പോഴും നിങ്ങളുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.